കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണുന്ന ഗീതു കാത്തിരിക്കുകയാണ് ഗോവിന്ദിന്റെ വരവിന് വേണ്ടിയിട്ട്. തന്നോട് പ്രണയം തുറന്നു പറയും. അപ്പൊ ആ ഒരു വിശേഷം അതോടൊപ്പം തന്നെ രാധികാമയെ വരണം ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഗീതുവിന് വയറ്റി വിടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട്. അപ്പൊ ഇല്ലാത്ത കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു രാധികാമ്മ ആകെപ്പാട് ടെൻഷനായിപ്പോയി. ഗോവിന്ദ് പോയ ഉടനെ നേരെ വരുണിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ ഹോട്ടൽ മുറി കയറി അടയിരുന്നു. നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട വരണേ. അമ്മ ഞാൻ എന്ത് ചെയ്യാനാ? നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഗോവിന്ദ് ഇവിടെ പോയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടാന്നറിയത്തില്ല. ഉച്ചയാകുമ്പത്തേനും വരും. ഒരു പക്ഷേ രഞ്ജുവിനെ വിളിക്കാൻ പോയതാന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ അതൊന്നും ശരിയാത്തില്ല. നീയും കൂടെ ഇവിടെ വേണം. അവൻ എന്താ പറയണേന്ന് അറിയത്തില്ല. അമ്മേ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയണം. വരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വരണേ. നീ വരണോ ഇവിടെ? നീ അവിടെ പോയി അങ്ങനെ കിടന്നു ഹോട്ടൽ മുറിയിൽ. നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾ ഇവിടെ നല്ല സുഭിക്ഷമായിട്ടാ ജീവിച്ചോണ്ടിരിക്കുന്നത്. നീ ഇല്ല എന്നൊരു ചിന്തയൊന്നും അവക്കില്ല. അവൾ നല്ല അടിച്ചു പൊടിച്ചാ ജീവിക്കുന്നത്. പിന്നെ നീ അവിടെ പോയി ഇങ്ങനെ താമസിക്കുന്നേ. പെട്ടെന്ന് പറഞ്ഞു, അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളെല്ലാം കൂടെ കൂടിയാ ഞാനിപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് കാരണക്ക. അവളെല്ലാം കൂടെ കൂടിയാ ഇപ്പൊ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന് പറയാ. അല്ല നീ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളല്ലല്ലോ കാരണക്കാരി, ഗീതുവല്ലേ. അവളെ വേണം ആദ്യം നമുക്ക് ഇല്ലാതാക്കാനെന്ന് പറയാം. അല്ല നീ അവിടെ കിടന്നിട്ട് കാര്യമില്ല വരണേ. എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേ വന്നേ പറ്റുള്ളൂ എന്ന് പറയാം. വരും പറഞ്ഞു, ശരി ശരി ഞാൻ നോക്കട്ടെ, വരാൻ പറ്റുമോ നോട്ടെ. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വന്നാൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം അതായിരിക്കുമോ എന്ന് ചോദിക്കുക. അതൊന്നും നീ മൈൻഡ് ആക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ സുവർണയോട് പറഞ്ഞു, അമ്മയെ വിളിച്ചേ. എന്തോ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരാനാന്ന് തോന്നേ. ഗോവിന്ദാണ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അല്ല ഇപ്പം വരുൺ സാർ അങ്ങോട്ട് പോയാൽ ശരിയാവും. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല വരുൺ സാറിനോട് അങ്ങോട്ട് കേരള എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് സാറിന് ഇഷ്ടപ്പെടുമോയെന്ന് ചോദിക്കാം. അമ്മയല്ലേ ഉള്ളേ, കുഴപ്പമൊന്നുമില്ല. അമ്മ പറഞ്ഞ ഗോവിന്ദൻ അനുസരിക്കാതിരിക്കില്ല. പിന്നെ എനിക്ക് പോവാതിരിക്കാനും പറ്റില്ലെന്ന് പറയാണ്. ഈ സമയം ഗീതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഗീതുവിന് സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പോയി രേഖയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. രേഖയോട് പറഞ്ഞു, എന്നാലും രേഖച്ച് ഒറ്റ ഒരാൾ കാരണം എനിക്കിപ്പോൾ ഈ സന്തോഷം കൈവന്നത്. ഞാൻ എത്ര കാലമായിട്ടെന്നറിയാവോ മനസ്സിലിട്ട് അതിങ്ങനെ ആ കാര്യം ഇങ്ങനെ നീറിപ്പോയിച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെയാലും ഗോവിന്ദനോട് തുറന്നു പറയണമെന്ന് ഓർത്തു. പക്ഷെ ഇന്ന് വരെ എനിക്ക് എന്തോ അതിന് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഗോവിന്ദന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ. പക്ഷെ ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. ഇത് കേട്ടപ്പോൾ ഗീതുവിനോട് രേഖ പറഞ്ഞു, അതൊക്കെ കൊള്ളാം, പക്ഷെ കാര്യമുണ്ട്. എല്ലാം കഴിയുമ്പോൾ ചെലവ് ചെയ്യണമെന്ന് പറയാം. ചെലവ് എന്ത് ചെലവ്? ആഹാ, കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് സെറ്റാക്കി തന്ന ആള് ഞാനല്ലേ, അപ്പൊ അതിന്റെ ചെലവ് വേണം. ആയിക്കോട്ടെ. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾ ട്രിപ്പ് പോവല്ലോ. എങ്ങോട്ടാ ഹണിമൂൺ ട്രിപ്പ് പോകണേന്ന് ചോദിക്കണം. ഹണിമൂൺ ട്രിപ്പ് ആര്? ഓഹോ, ഇപ്പൊ ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല. പ്രണയമൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നാവുമല്ലോ. പിന്നെ നിങ്ങൾ ഹണിമൂൺ ട്രിപ്പൊക്കെ പോവല്ലോ എന്ന് പറയാം. ഗീത പറഞ്ഞു, പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലില്ല. ആദ്യം ഗോവിന്ദൻ എന്നോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ടല്ലേ പിന്നെ ഹണിമൂൺ ട്രിപ്പൊക്കെ. അല്ല രേഖച്ചയ്ക്ക് ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോകണമെന്ന് തോന്നിയിട്ടില്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് രേഖയുടെ മുഖം കൊണ്ട് മാറി. രേഖ പറഞ്ഞു, ഹണിമൂൺ ട്രിപ്പ് അതും എനിക്ക് ആകെപ്പാടുള്ള ട്രിപ്പ് എവിടെയാണെന്നറിയാവോ? എൻ്റെ ബെഡ്റൂമും പിന്നെ അടുക്കളയുവാ. അടുക്കളയിൽ നിന്ന് പോയാൽ നേരെ ബെഡ്റൂമാ. ഇത്ര മാത്രം ഞാൻ ട്രിപ്പ് പോയേക്കുന്ന അറിയാലോ. ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ വരുണേട്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഗീത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇഷ്ടപ്പെടാതെ വരുണേട്ടൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളല്ലേ. അപ്പൊ അതുകൊണ്ടാ. പക്ഷെ കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ എവിടെ പറഞ്ഞാലും വരുണേട്ടൻ എന്നെ കൊണ്ടായേനം. അത്രയ്ക്കേ ഉള്ളൂ ഗീതു സ്നേഹം എന്നൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ അതുപോലെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നവരായിരിക്കണം. ആ കാര്യത്തിൽ എനിക്ക് ഗീതുവിനോട് നല്ല അസൂയുണ്ട്. ഗോവിന്ദൻ എത്രയാ ഗീതുവിനെ സ്നേഹിക്കുന്നേ. ഗീതുവൻ ശരിയാ, രേഖിച്ച് പറഞ്ഞ് ശരിയാ. എനിക്കറിയാം ഗോവിന്ദന്റെ ഇഷ്ടം എത്രയാന്ന്. പക്ഷെ ഗോവിന്ദൻ അത് തുറന്നു പറയാത്തിടത്തോളം കാലം എനിക്ക് മനസ്സിലൊരു വിങ്ങലായിട്ടത് കിടക്കുമായിരുന്നു. ഒരു പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ഗോവിന്ദൻ എങ്ങനെ അത് പ്രതികരിക്കണമെന്നൊക്കെ ഓർത്തുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണേ. പിന്നീട് ഞാനെന്നാലേ ഒന്ന് ചെല്ലട്ടെ അകത്തേക്ക്, ഒന്ന് രണ്ട് കോൾസൊക്കെ വിളിക്കാനെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഗീതു നേരെ ചെന്ന് വിളിക്കുന്നത് വിജയലക്ഷ്മിനെയാണ് ഫോൺ വിളിക്കുന്നത്. വിജയലക്ഷ്മിനെ വിളിച്ചപ്പം വിജയലക്ഷ്മി എന്താ ഗീതു ഇപ്പം വിളിയൊന്നും ഇല്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. ഓ ഇപ്പൊ അവിടെ മോളെ കിട്ടിയപ്പോ നമ്മളെയാണല്ലോ വേണ്ടാത്തേ. നമ്മളെ ഇങ്ങോട്ട് വിളിയും പറിച്ചിലൊന്നും ഇല്ലോന്ന് പറയാം. ഇനി നീ ഇപ്പൊ അത് പറഞ്ഞോളാൻ പറയാണ്. അല്ലെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നതല്ലേ. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വിളിക്കുന്നതല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗീത പറഞ്ഞു, അതെ അതൊക്കെ പോട്ടെ, ഞാൻ ഇനി വിശേഷ വർത്താനം പറയാൻ വേണ്ടി വിളിച്ച. വിശേഷ വർത്താനോ? അതെന്താ? അതെ ഗോവിന്ദേട്ടനുമായിട്ടുള്ള സംബന്ധിച്ച ഒരു കാര്യം. ഗോവിന്ദനെ സംബന്ധിച്ച അതെന്ത് കാര്യം? ഇന്ന്
മിക്കവാറും ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ പ്രണയം തുറന്നു പറയുമെന്ന് പറയാം. പ്രണയം തുറന്നു പറയാനാ? എന്താ നീ ഒന്ന് തെളിച്ചു പറ ഗീതു എന്ന് പറയാണ്. പിന്നീട് രേഖ ഗോവിന്ദന്റെ അരിയിലേക്ക് പോയതും പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുവാണ്. ഗോവിന്ദേട്ടൻ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് പറഞ്ഞിരിക്കണേ. അതുകൊണ്ട് മിക്കവാറും ഇന്ന് എന്നോട് വന്ന് ഇഷ്ടം തുറന്നു പറയുന്ന എനിക്ക് തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറയുമെന്ന് പറയാം. വിജയലക്ഷ്മി പറഞ്ഞു, ഇതൊക്കെ നേരത്തെ പറയേണ്ട കാര്യങ്ങളായിരുന്നു. അന്നെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞവിടെ കണ്ടേനെ, അതിലൂടെ ഒരു കുഞ്ഞിക്കാൽ ഓടി നടന്നേനെന്ന് പറയാം. പിന്നെ ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ. എന്താ ഞാൻ പറഞ്ഞ കുറ്റമായി പോയോ? ഞാൻ എപ്പോഴേ പറഞ്ഞത്. എനിക്കറിയാം അവൻ്റെ മനസ്സിൽ നിന്നോട് ഇഷ്ടമുണ്ട്. അവൻ നിന്നെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട്. അതെനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായ കാര്യമാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ ഒരാളാരെന്നറിയോ? അത് നീ മാത്രമാണ്. പിന്നെ അമ്മയ്ക്ക് അതങ്ങോട്ട് പറയാം. പക്ഷെ എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എങ്ങാനും ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗോവിന്ദേട്ടൻ പറയും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ? അതോടുകൂടി ഇപ്പം എന്താണ് സമാധാനമായാലും നിനക്ക്? ഇനിയിപ്പം എവിടെയാണെങ്കിലും അവൻ പോയിട്ട് വരുമ്പോൾ നിന്നോടുള്ള ഇഷ്ടം പറയും എന്ന് പറയാണ്. പെട്ടെന്ന് രഞ്ജു കൊണ്ടുവന്ന് ആരെ വിളിക്കണമെന്ന് ചോദിക്കണം. ഗീതു വന്ന ഇങ്ങ് വന്നേ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ രഞ്ജു ഫോൺ മേടിക്കണം. രഞ്ജുനോട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കണം. സുഖമായിട്ടിരിക്കണമെന്നൊക്കെ പറയാം. അല്ല അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗീതു ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞ് പറഞ്ഞു, ഓ ഞാനും കൂടി ഇപ്പം അവിടെ വേണ്ടതായിരുന്നു, എന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നു പറയാം. ഈ സമയം ഗീതു പറഞ്ഞു, വേണ്ട വേണ്ട നീ ഇവിടെ വേണ്ട, നീ അവിടെ നിന്നാ മതി. ധ്യാനുണ്ടല്ലോ, നിനക്ക് കുറച്ച് ദിവസം കൂടെ അല്ലേ ധ്യാനോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. നീ ഇപ്പം അവിടെ നിൽക്കുക. പിന്നെ ഇവിടുത്തെ കാര്യം ആദ്യം ഗോവിന്ദേട്ടൻ ഞാൻ സംസാരിക്കട്ടെ, പിന്നീടല്ലേ പിന്നത്തെ കാര്യം എന്ന് പറയാണ്. ഇത് ഫോണൊക്കെ വെക്കുവാണ്. ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു, പാവം ഇത് എത്രയോ കാലങ്ങളായി അവൾ കാത്തിരിക്കുന്നേ. ഒന്നൊന്നും ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, അവളുടെ മനസ്സിലുള്ള പ്രണയം അവൾ തുറന്നു പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദന് വേണ്ടി മാത്രമാണ് ചിലപ്പോൾ അവൾ ജീവിക്കുന്നതെന്ന് പോലും തോന്നിപ്പോവും. ഇത് കേട്ടപ്പോൾ രഞ്ജുവിന് ശരിയാ, അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്കത് മനസ്സിലായതാ എത്രമാത്രം ഗീതു ഗോവിന്ദേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം എനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഗോവിന്ദേട്ടൻ്റെ പ്രണയമാണോ ഞങ്ങളുടെ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നൊരു സംശയം വരെ ഗീതുവിൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഗീതു എന്നോട് പലപ്പോഴും വഴക്കുണ്ടാക്കാനും വന്നിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരുവാന്ന് പറയണം. ഇത് കേട്ടൻ വിജയലക്ഷ്മി നിനക്ക് ചിരിക്കാം, പക്ഷെ ഗീതുവിൻ്റെ അവസ്ഥ അവൾക്കല്ലേ അറിയത്തുള്ളൂ. പാവം എത്രയാന്ന് പറഞ്ഞാലും ഗോവിന്ദന് വേണ്ടി സ്വന്തം ജീവൻ വരെ കളയാനായിട്ട് നടന്നവളാ അവള്. അവളുടെ മനസ്സ് ഇതുവരെയായിട്ടും ഗോവിന്ദന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ എനിക്ക് ഇപ്പോഴേ സമാധാനമായത്. ഈ സമയം രഞ്ജു പറഞ്ഞു, പക്ഷെ എന്നാലും അതെന്താ അങ്ങനെ പറഞ്ഞു? എന്നാലും എന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ലമ്മേ, എൻ്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. പക്ഷെ എന്താന്ന് രഞ്ജു അത് തുറന്ന് പറഞ്ഞില്ല. ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു, ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു രാധികയുടെ കാപട്യം എന്താന്നുള്ള കാര്യം. അല്ലെങ്കിൽ പാവം ഗീതു ഇനി അവൾ ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയുള്ളൂ. ഗോവിന്ദനെ രാധിക വല വീശി പിടിച്ച് വെച്ചേക്കുമല്ലേ, കള്ളങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുക. ആ കള്ളങ്ങളിൽ നിന്ന് പുറത്തു പറ്റിയാൽ മാത്രമേ ഗോവിന്ദന് ഒരു ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് വിജയലക്ഷ്മി ഇങ്ങനെ ഇരുന്ന് പറയാ. എൻ്റെ ദേവി എല്ലാം നേരെയാക്കി കൊടുക്കണേന്ന് പറയാണ്. ഈ സമയം ഗീതു വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഗോവിന്ദന്റെ വരവിന് വേണ്ടിയിട്ട്. ഗോവിന്ദ് വന്നു കഴിയുമ്പോഴത്തേനും തന്നോട് ഇഷ്ടം തുറന്നു പറയുന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത്. ഒരു പക്ഷെ ഇനിയിപ്പോൾ ഗോവിന്ദ് പോയിരിക്കുന്ന വരുണിന്റെ അടുത്തേക്കാണെന്ന് അറിയത്തില്ല, വരുണിനെ തിരിച്ചു കൊണ്ടുവരാണെന്ന് അറിയത്തില്ല. അതാണ് ഗീതയോട് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് പോയേക്കുന്നത്. നിനക്ക് ഇഷ്ടപ്പെടുവോ? ഞാൻ ചെറിയൊരു കാര്യം പറയാൻ പോകുമ്പം അതങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഇനിയിപ്പം രേഖ വന്ന് പറഞ്ഞത് ഇനി വരുണിനെ കുറിച്ചാന്ന് ചിന്തിച്ചിട്ട് വരുണിനെ കൂട്ടിക്കൊണ്ട് വരാനാണോന്നും അറിയത്തില്ല. അങ്ങനെയാണ് ഗീതുവിന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകും. ഗോവിന്ദായതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേനും എന്നിട്ട് പറയാം, അതെ ഞാൻ വരുണിനെ കൂട്ടിക്കൊണ്ട് പോയതാ, അല്ല കൂട്ടിക്കൊണ്ട് വരാൻ പോയതാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അമ്മയ്ക്ക് ഇപ്പൊ സമാധാനമായില്ലേ? ഞാൻ രേഖ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നേ, അത് വരുൺ പുറത്താണല്ലോ. അതൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ പറയാനും ചാൻസ് ഉണ്ട്. നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം അതൊക്കെ എങ്ങനെ സംഭവിക്കും. ഇനിയിപ്പോൾ ഗീതുവിനോടുള്ള പ്രണയം പറയാനാണോ ഉച്ചയ്ക്ക് വരുന്നത്, അതോ വരുണിനെ കൂട്ടിക്കൊണ്ട് വരാനാണെന്നൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.